Hi everyone, welcome to Krish Talks. റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിലെ അവസാനത്തെ പാഠഭാഗമാണ് എൻ എക്സെർപ്റ്റ് ഫ്രം അഭിജ്ഞാനശാകുന്തളം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിന് മുന്നുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ നോട്ട്സ് സഹിതം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ പ്ലേലിസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എല്ലാ വീഡിയോസും കണ്ടുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ചില വീഡിയോസിന് പാർട്ട് 2 ഉണ്ട്, അപ്പോൾ അത് കണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ട്സ് ഒരൊറ്റ PDF ആയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ ജസ്റ്റ് ഇൻട്രോ ലൈൻസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോസ് കണ്ടു പോകണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എക്സാം റിസൾട്ട്സ് അപ്ഡേറ്റ്സിനായിട്ട് ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, മനസ്സിലായോ, പറഞ്ഞു തന്ന രീതിയൊക്കെ ഓക്കെ ആണോ എന്നുള്ള ഒപ്പീനിയൻസ്, സജഷൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഇത് അഭിജ്ഞാനശാകുന്തളത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അഭിജ്ഞാനശാകുന്തളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടുണ്ടാവും ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെ ഒക്കെ കഥ അല്ലേ. വലിയൊരു സ്റ്റോറിയാണ്. അതിലെ ഒരു ഭാഗം മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എന്താണ് ആ സ്റ്റോറി എന്നുള്ളത് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു പോർഷൻ പഠിക്കുന്നതിന് മുന്നേ ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും സ്റ്റോറി ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ സ്റ്റോറി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വിശ്വാമിത്ര മഹർഷിയുടെയും മേനകയുടെയും മകളായിട്ടാണ് ശകുന്തള ജനിക്കുന്നത്. വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളക്കാനായിട്ട് മേനക പോയ ഒരു കഥയൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ ഗഗന സഞ്ചാരിയായ മേനകയുടെയും വിശ്വാമിത്രൻ എന്ന മഹർഷിയുടെയും മകളാണ് ശകുന്തള. പക്ഷെ ഈ ഒരു ശകുന്തളനെ എടുത്ത് വളർത്തുന്നത് കണ്വ മഹർഷിയാണ്. കണ്വ എന്ന പേരുള്ള ഒരു മഹർഷി തൻ്റെ ആശ്രമത്തിലാണ് ശകുന്തളനെ വളർത്തുന്നത്. ഒരു ആശ്രമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, പ്രകൃതിയോട് ഒരുപാട് ഇണങ്ങി ഒരുപാട് മരങ്ങളും പൂക്കളും ചെടികളും മൃഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒന്നായിരുന്നു ആ ഒരു ആശ്രമം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരുപാട് പ്രകൃതി സ്നേഹിയായ ഒരുവളായിട്ടാണ് ശകുന്തള വളരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് കണ്വ മഹർഷി പുറത്തു പോയ ഒരു സമയത്താണ് നമ്മുടെ ദുഷ്യന്തൻ അവിടേക്ക് കടന്നു വരുന്നത്. ദുഷ്യന്തൻ അവിടെ നായാട്ടിനായിട്ട് വന്നതായിരുന്നു. അങ്ങനെ ശകുന്തളയുമായിട്ട് പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു, ഇരുവരും തമ്മിൽ പ്രണയത്തിലാവുന്നു. ഗാന്ധർവ വിധി പ്രകാരം ഇരുവരുടെയും വിവാഹം കഴിയുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ കണ്വ മഹർഷി ജ്ഞാനദൃഷ്ടിയിൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദുഷ്യന്തൻ തിരിച്ചു പോകണം അല്ലേ, രാജാവാണ്. അപ്പൊ തിരിച്ച് തൻ്റെ രാജ്യത്തിലോട്ട് പോകണം. അപ്പോൾ ആ ഒരു സമയത്ത് ശകുന്തളയ്ക്ക് ഒരു മോതിരമൊക്കെ കൊടുക്കുന്നുണ്ട്, ഓർമ്മയ്ക്കായിട്ട് ഒരു മോതിരമൊക്കെ കൊടുക്കുന്നുണ്ട്. നിന്നെ കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്, വാക്ക് കൊടുത്തിട്ടാണ്, ശകുന്തളയുടെ അടുത്ത് വാക്ക് കൊടുത്തിട്ടാണ് ദുഷ്യന്തൻ മടങ്ങി പോകുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശകുന്തള ഗർഭിണിയാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ദുർവാസാവ് എന്നുള്ള മഹർഷി അവിടേക്ക് ആ ഒരു ആശ്രമത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ദുർവാസാവാണെങ്കിൽ ഒരുപാട് കോപമൊക്കെ ഉള്ള ഒരാളാണ്. പെട്ടെന്ന് ദേഷ്യം വരികയും ശപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹർഷിയാണ്. അങ്ങനെ ദുർവാസാവ് കടന്നു വന്ന ഒരു യാഗത്തിനൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ശകുന്തള ദുർവാസാവിനെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെ വണങ്ങാതെ അവിടെ ദുഷ്യന്തനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം ഇത് കണ്ടപ്പോൾ നമ്മുടെ ദുർവാസാവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. തീരെ എന്താ പറയുക, റെസ്പെക്റ്റ് ഇല്ലാതിരിക്കുന്നത് പോലെ തോന്നിയിട്ട് ശകുന്തളനെ ശപിക്കുകയാണ്. നീ ഇപ്പോൾ ആരെയാണോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ആ ആള് നിന്നെ മറന്നു പോകട്ടെ എന്നുള്ള ശാപമാണ് കിട്ടിയത്. ആ ഒരു ശാപം കൊണ്ട് തന്നെ ദുഷ്യന്തൻ ശകുന്തളനെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു കഥയാണ് ശരിക്കുള്ള ഒരു കഥ. അങ്ങനെ ജനിക്കുന്നുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ട് ശകുന്തളയ്ക്ക്. അപ്പം അതിനുശേഷം ഈ ഒരു കുഞ്ഞുമായിട്ട് ഭർത്താവിൻ്റെ ആ ഒരു കൊട്ടാരത്തിലേക്ക് ശകുന്തള പോകുന്നുണ്ട്. നമ്മുടെ കണ്വ മഹർഷിയുടെ ഒക്കെ അഭിപ്രായ പ്രകാരം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കുഞ്ഞ് ആ ഒരു എന്താ പറയുക രാജകുമാരനായിട്ട് വളരണം അല്ലെ. അപ്പൊ ആ ഒരു രാജാവിൻ്റെ അടുത്തേക്ക് കൊട്ടാരത്തിലേക്ക് ദുഷ്യന്തനെ കാണാൻ വേണ്ടി ശകുന്തള പോവാണ് ചെയ്യുന്നത്, കുഞ്ഞുമായിട്ട് പോവാണ്. അപ്പൊ ആ ഒരു സമയത്ത് പ്രകൃതിയോടൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് ശകുന്തള പോകുന്നത്. അപ്പൊ ആ ഒരു രംഗമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്രകൃതിയുടെ അടുത്ത് യാത്ര പറഞ്ഞ് ശകുന്തള എല്ലാവരോടും യാത്ര പറഞ്ഞ് തോഴിമാരോട് അടുത്തൊക്കെ യാത്ര പറഞ്ഞ് പോകുന്ന ഒരു സന്ദർഭമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി ഞാനിവിടെ കുറച്ച് ഇൻട്രോ ലൈൻസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാഠഭാഗത്തിനെ കുറിച്ച്, അത് നമുക്ക് നോക്കാം. അഭിജ്ഞാനശാകുന്തളം സപ്പോസ് ടു ബി കമ്പോസ്ഡ് ബിറ്റ്വീൻ 1 BC ആൻഡ് 4th AD ഈസ് ജനറലി ട്രീറ്റഡ് ടു ബി ദ ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ ലിറ്റററി വർക്ക്. അതായത് BC 1-ാം നൂറ്റാണ്ടിനും AD 4-ാം നൂറ്റാണ്ടിനും ഇടയിൽ രചിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഒന്നാണ്. ഇന്ത്യൻ സാഹിത്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായിട്ട് കാണുന്ന ഒന്നാണ് അഭിജ്ഞാനശാകുന്തളം. ഇത് കാളിദാസനാണ് എഴുതിയിട്ടുള്ളത്. കാളിദാസന്റെ ജനനം മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് എവിടെയും ലഭ്യമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണ് അഭിജ്ഞാനശാകുന്തളം. ദ സ്റ്റോറി ഓഫ് ശകുന്തള ആൻഡ് കിങ് ദുഷ്യന്ത ഈസ് ടേക്കൺ ഫ്രം ദി എപ്പിക് മഹാഭാരത. മഹാഭാരതയിലെ കഥയാണ് ശരിക്കും പറഞ്ഞത് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും കഥ.
In the verses selected for study, Shakuntala is bidding farewell to the flora and fauna of the hermitage. അപ്പം ഇതിൽ ബിഡിങ് ഫേവൽ എന്ന് പറഞ്ഞാൽ ആ ഒരു യാത്ര ചോദിക്കുക എന്നുള്ളതാണ്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളോടും യാത്ര ചോദിക്കുന്നുണ്ട്. ഹെർമിറ്റേജ് എന്ന് പറഞ്ഞാൽ ആശ്രമം എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ആശ്രമത്തിലുള്ള എല്ലാത്തിനോടും യാത്ര ചോദിക്കുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ശകുന്തള ഈസ് ലിവിങ് ദ ഹെർമിറ്റേജ് ഫോർ ഹെർ ഹസ്ബൻഡ്സ് ഹോം. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, യാത്ര ചോദിച്ച് പോവാണ്. ഹെർ ഫാദർ കന്വ, her friends and all the people living in the hermitage are extremely sad to see her leave. അപ്പോൾ അവിടെ തൻ്റെ വളർത്തച്ഛനായിട്ടുള്ള കന്വ മഹർഷി ഉണ്ട്, തോഴിമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ശകുന്തളയുടെ ഈ പോക്കിൽ വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. It is not just the people but the entire nature, all living creatures in the holy grove came to send her off. അപ്പോൾ അവിടെ ജനങ്ങൾ, ആൾക്കാർ മാത്രമല്ല, പ്രകൃതി ഒന്നടങ്ക വന്ന് യാത്ര പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശകുന്തള ട്രീറ്റഡ് animals as her brothers and declared that she had sisterly affection for the trees and vines. അപ്പോൾ അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ സഹോദരങ്ങളായിട്ടാണ് കാണുന്നത്. അവിടെയുള്ള ചെടികളെയൊക്കെ സിസ്റ്റേഴ്സ് ആയിട്ടും കാണുന്നുണ്ട്. She would not drink a drop of water if the trees themselves did not have their fill. അതായത് ഈ മരങ്ങൾക്കൊക്കെ വെള്ളം നൽകി അവർ ദാഹം അടക്കിയതിന് ശേഷം മാത്രമേ ശകുന്തള ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാറുള്ളൂ. അത്രയും അറ്റാച്ച്മെന്റ് ആണ് പ്രകൃതിയുടെ അടുത്തും ജീവജാലങ്ങളുടെ അടുത്തും. ഇതാണ് ഫസ്റ്റ് കുറച്ച് പോയിന്റ്സ് പറയാനുള്ളത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതൊരു കോൺവെർസേഷൻ മോഡിലാണ് പോകുന്നത്. നമുക്ക് ആദ്യം കന്വ മഹർഷിന്റെ ഡയലോഗ് നോക്കാം. Here, oh here, all you noble trees of the holy grove with indwelling divinities. She who never had a drink of water before you had all drunk your fill. She who never plucked your tender buds for love of you, though fond of adorning herself. She to whom it was a joyous festival when you first burst into bloom. She Shakuntala leaves us today for her husband's home. All grant her leave to go. കന്വ മഹർഷി അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളോടായിട്ട് പറയാണ്, ദൈവികതയിൽ വസിക്കുന്ന ഈ ഒരു ആശ്രമത്തിൽ എല്ലാവരോടുമായിട്ട് കന്വ മഹർഷി പറയാണ്, നിങ്ങൾക്ക് വെള്ളം തന്ന് നിങ്ങൾ കുടിച്ച് നിങ്ങളുടെ ദാഹം അകറ്റിയതിന് ശേഷം മാത്രമേ ശകുന്തള എന്തെങ്കിലും കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ മുട്ടുകൾ അവള് എന്താ പറയുക ഒന്ന് പറിച്ചെടുക്കാറ് പോലും ഇല്ല എന്നാ പറയുന്നത്. അലങ്കരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവളാണെങ്കിലും പൂക്കൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാറൊന്നുമില്ല. അത് പൊഴിഞ്ഞു വീഴുമ്പോൾ അല്ലാതെ പൂക്കൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാറ്, അങ്ങനെ മുട്ടുകൾ പൊട്ടിക്കുക അങ്ങനെ ഒന്നും ചെയ്യാത്തവളാണ് ശകുന്തള. നിങ്ങൾ പൂക്കുമ്പോൾ അതൊരു ഉത്സവമായിട്ട് കൊണ്ടാടുന്ന ഒരു സ്ത്രീ കൂടിയാണ് ശകുന്തള. അപ്പൊ ആ ഒരു ശകുന്തളയാണ് ഇന്ന് നമ്മൾ എല്ലാവരെയും വിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും അവൾക്ക് എന്താണ് ലീവ് ടു ഗോ, ഓൾ ഗ്രാൻഡ് ഹെർ ലീവ് ടു ഗോ, എല്ലാവരും അവളെ പോവാനായിട്ട് അനുവദിക്കുക, അവൾക്ക് അവധി നൽകുക എന്നുള്ളതാണ് കന്വ മഹർഷി പറയുന്നത്. ആ ഒരു സമയത്ത് ഈ കോയിൽ സിങ്സ്, ഒരു കുയില് പാടുന്നുണ്ട്. ആ ഒരു പാട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള വേറൊരാളാണ് നമ്മുടെ ശകുന്തളനെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാനായിട്ട് കൂടെ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ അവിടെയുള്ള ഒരു ആശ്രമവാസിയാണ് ശരംഗരവ എന്ന് പറയുന്ന ഒരാൾ കേട്ടോ. ശരംഗരവ, ശിങ്കരവ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ശരംഗരവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. കിൻ ടു ഹെർ ഡ്യൂറിങ് ഹെർ വുഡ്ലാൻഡ് സോജോൺ ദ ട്രീസ് നൗ ഗിവ് ഹെർ ലീവ് ടു ഗോ ആൻസറിങ് യുവർ റിക്വസ്റ്റ് സർ ഇൻ ദ കോയിൽസ് നോട്ട്സ്. അപ്പോൾ ആൾ പറയാണ്, മരങ്ങളായിക്കോട്ടെ പ്രകൃതി ആയിക്കോട്ടെ എല്ലാവരും ഇപ്പോൾ ഒരു തൻ്റെ കുടുംബത്തിലെ ഒരാൾ, ഒരു ബന്ധു എങ്ങനെയാണോ യാത്ര പറഞ്ഞു പോകുന്നത് അതേപോലൊരു രംഗമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു അനുമതി നൽകുന്നതായിട്ട് കുയിലിൻ്റെ പാട്ടിൽ നമുക്ക് കേൾക്കാം എന്നാണ് പറയുന്നത്. ശകുന്തള ക്യാൻ നൗ ബിഡ് ദ ഗ്രോ ഫെയർവെൽ, വോയിസസ് ഇൻ ദ സ്കൈ, ഇൻവിസിബിൾ സ്പിരിറ്റ് സിംഗ്. ശകുന്തളയ്ക്ക് ഇനി ഈ ഒരു പറമ്പിനോട് എല്ലാത്തിനോടും വിട പറയാം എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ആ ഒരു സമയത്ത് ആകാശത്ത് നിന്നൊക്കെ നമുക്ക് കാണാനൊന്നും സാധിക്കാത്ത ആരൊക്കെയോ എന്താ പറയുക ഒരു പാടുന്ന സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കാണ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം തന്നെ കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ്, മേ ഹർ പാത്ത് ബി സേഫ് ആൻഡ് ഗ്രേഷ്യസ് ആസ് ജെന്റിൽ ബ്രീസസ് ബ്ലോ, പ്ലസന്റ് ബി ഹർ വേ ഡോട്ടഡ് ബൈ ലേക്സ് വെർ ഗ്രീൻ ലോട്ടസ് ക്രീപ്പേഴ്സ് ഗ്രോ, മേ ദ ബേണിംഗ് റേസ് ഓഫ് ദി സൺ ഫിൽറ്റർ മെലോഡ് ത്രൂ തിക്ക് ഷെയ്ഡ് ട്രീസ്, ലെറ്റ് ദ പോളൻ ഓഫ് വാട്ടർ ലിലീസ് ഡ്രിഫ്റ്റ് ടു ലൈ ആസ് സോഫ്റ്റസ്റ്റ് ഡസ്റ്റ് ബെനെത്ത് ഹർ ഫീറ്റ്. അപ്പം അദ്ദേഹം പറയാണ്, അവളുടെ ആ ഒരു യാത്ര വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു യാത്ര ആയിക്കട്ടെ, കൃപയുള്ള ഒരു യാത്ര ആവട്ടെ എന്ന് പറയുന്നു. ഒരു ഇളം കാറ്റ് എങ്ങനെയാണോ വീശ അതേപോലെ കാറ്റ് വീശട്ടെ അവൾ പോകുന്ന സമയത്ത്. പച്ച താമര വള്ളികളൊക്കെ വളരുന്ന
തടാകങ്ങളാൽ അവളുടെ വഴി മനോഹരമാകട്ടെ. കട്ടിയുള്ള തണൽ മരങ്ങൾക്കിടയിലൂടെ, അതായത് വളരെയധികം ചൂടുണ്ടെങ്കിലും സൂര്യന്റെ കിരണങ്ങൾ ഒരു മരങ്ങൾക്കിടയിലൂടെ വന്ന് പതിക്കുമ്പം നമുക്ക് അത്രയും ചൂട് അനുഭവപ്പെടില്ല അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ സൂര്യന്റെ ജ്വലിക്കുന്ന കിരണങ്ങൾ അടിയിലോട്ട് ഇറങ്ങട്ടെ. താമരപ്പൂവിന്റെ പൂമ്പൊടി അവളുടെ പാദങ്ങൾക്ക് മൃദുവായിട്ടുള്ള ഒന്നായിട്ട് മാറട്ടെ എന്നൊക്കെ ആശീർവദിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഓൾ ലിസൺ ഇൻ ഗ്രേറ്റ് അമേസ്മെന്റ്. അപ്പൊ ഇതൊക്കെ കേട്ട് അത്ഭുതത്തോടു കൂടി എല്ലാവരും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് ഗൗതമി എന്നു പേരുള്ള ഒരു അവിടുത്തെ ആശ്രമത്തിൽ അവളുടെ ഒരു പ്രിയ തോഴി കടന്നു വരുന്നത്. ഡിയർ ചൈൽഡ്, ഡു യു ഹിയർ ദ divinities of the holy grove bidding you farewell in as loving a manner as your own kings walk? Bow to them with due reverence. അപ്പൊ ഗൗതമി പറയുന്ന കാര്യം, ഡിയർ ചൈൽഡ്, കുഞ്ഞെ, നമ്മുടെ ഈ ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് എല്ലാവരും ഒരു സ്വന്തം ബന്ധുവിനെ യാത്ര അയക്കുന്ന പോലെയാണ് അവർ നിന്നെ യാത്ര അയക്കുന്നത്, നിങ്ങളോട് വിട പറയുന്നത്. അപ്പൊ നീ അത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവർ ആദരവോടെ വണങ്ങൂ എന്നും നമ്മുടെ ശകുന്തളയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ശകുന്തള എന്ത് ചെയ്യുന്നു? വാക്സ് അറൌണ്ട് ബോയിങ് ദെൻ സ്പീക്സ് എസൈഡ്. അപ്പൊ അവള് എന്താ പറയുക, അവിടെയൊക്കെ എല്ലാവരോടായിട്ട് ഇങ്ങനെ കുമ്പിടുകയാണ് ചെയ്യുന്നത്. ഒരു ആശീർവാദം എന്താ പറയുക സ്വീകരിക്കുന്നത് പോലെ ഇങ്ങനെ കുമ്പിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് അവൾ പറയുന്ന കാര്യം, ഓ പ്രിയംവദാസ്, ഈവൻ ദോ മൈ ഹാർട്ട് yearns to see my lord once more, now that I am deserting the hermitage, my feet move forward with a painful reluctance. അപ്പോൾ ശകുന്തള പറയാണ്, എനിക്ക് ഈ ഒരു വേർപിരിയിൽ അത്രയും സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്, പക്ഷേ ഞാൻ എൻ്റെ നാഥനെ കാണാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം അവളുടെ ഉള്ളിലുണ്ട്, തൻ്റെ ഭർത്താവിനെ കാണാൻ പോകുന്ന ആ ഒരു സന്തോഷം അവളുടെ ഉള്ളിലുണ്ട്, ഇവരെയൊക്കെ പിരിയേണ്ട ദുഃഖം അവളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്നാണ് ശകുന്തള പറയുന്നത്. അപ്പോൾ ആ ഒരു വേദനയോട് കൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് എന്നും ശകുന്തള കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് പ്രിയംവദ വരികയാണ് കേട്ടോ, മറ്റൊരു തോഴിയാണ് പ്രിയംവദ വരികയാണ്, പ്രിയപ്പെട്ട തോഴിയാണ്. The bitterness of parting is not yours alone. Look around and see how the holy grove grieves, knowing the hour of parting from you is near. അപ്പോൾ പ്രിയംവദ പറയുന്ന കാര്യം എന്താ? വേർപിരിയലിന്റെ ആ ഒരു ദുഃഖം നിനക്ക് മാത്രമല്ല ഉള്ളത്, ചുറ്റും നോക്കി നീ എല്ലാവരും ആ ഒരു ദുഃഖത്തിലാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഒരു സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദ ഡോ ടോസസ് ഔട്ട് മൗത്ത്ഫുൾസ് ഓഫ് ഗ്രാസ്, ദ പീകോക്ക് ഡാൻസ് നോ മോർ. അപ്പൊ പറയാണ്, ഈ പൂവാലി പശുക്കളൊക്കെ തന്നെ, ഈ മൃഗങ്ങളൊക്കെ തന്നെ പുല്ലൊന്നും തിന്നാതെ അത് വലിച്ചെറിയുന്ന ഒരു കാഴ്ച, ഒരു സങ്കടത്തോടു കൂടി ദേഷ്യത്തോടു കൂടി വലിച്ചെറിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നു. മയിലിന്റെ നൃത്തം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പെയിൽ ലീവ്സ് ഫ്ലറ്റർ ഡൗൺ, ഇലകളൊക്കെ തന്നെ താഴേക്ക് പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആസ് ഇഫ് ദ വൈൻസ് ആർ ഷെഡിങ് ദെയർ ലിംസ്. അപ്പോൾ വള്ളികൾ എങ്ങനെയാണോ വള്ളികൾ ഇങ്ങനെ പൊഴിക്കുന്നത്, അതേപോലെ ഇലകൾ താഴേക്ക് പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, താഴേക്ക് പൊഴിയുന്നതായിട്ട്. ഇളമിലകൾ കേട്ടോ, ഇളമിളകൾ വരെ താഴേക്ക് പൊഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ശകുന്തള റീകളക്ട് ചെയ്യുന്നത് പോലെ, ഓർക്കുന്നത് പോലെ ശകുന്തള പറയുന്നുണ്ട്, ഓ ഫാദർ, ഐ ഹാവ് ടു സേ ഗുഡ് ബൈ ടു മാധവി, മൈ വുഡ്ലാൻഡ് സിസ്റ്റർ. അപ്പൊ പറയാണ്, അച്ഛാ, എനിക്ക് എൻ്റെ ഈ ഒരു വനഭൂമിയിലെ സഹോദരിയായിട്ടുള്ള മാധവിയോട് യാത്ര ചോദിക്കണം, വിട പറയണം എന്നാണ് പറയുന്നത്. അപ്പൊ കണ്വ മഹർഷി പറയുന്നുണ്ട്, യെസ് മൈ ചൈൽഡ്, ഐ നോ ഹൗ മച്ച് യു ലവ് ഹെർ, ഹിയർ ഷീ ഈസ് ടു യുവർ റൈറ്റ്. അപ്പൊ അച്ഛൻ പറയാണ്, എനിക്കറിയാം മോളെ, എൻ്റെ കുട്ടി, എനിക്കറിയാം നീ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അവൾ നിന്റെ വലതുവശത്ത് നിൽക്കുന്നുണ്ട്, അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ശകുന്തള എന്താ ചെയ്യുന്നത്? കമ്മിങ് ക്ലോസ് ടു ദി ജാസ്മിൻ, ത്രോസ് ഹെർ ആർംസ് റൗണ്ട് ഇറ്റ്, ഓ മാധവി, ബിലോഡ് സിസ്റ്റർ, twine your branching arms round me. From today I shall be far away from you. Dear father, do care for her as if she were me. അതായത് മുല്ലപ്പൂവാണ് അത് കേട്ടോ. അപ്പോൾ മുല്ലപ്പൂവിൻ്റെ അടുത്ത് വന്ന് അതിനിങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ പിടിച്ചുകൊണ്ട് പറയാണ്, മാധവി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഞാൻ നിന്നിപ്പോൾ പിരിയാൻ പോവാണ്. ഇനി നിന്റെ എന്താ പറയുക, ഒരുപാട് അകലെയായിരിക്കും ഞാൻ ഉണ്ടാവാം ഇന്ന് മുതൽ. അപ്പം അച്ഛ എന്നെ എങ്ങനെയാണോ കെയർ ചെയ്തത് അതേപോലെ ഇനി അവളെ കെയർ ചെയ്യണമെന്ന് അച്ഛൻ്റെ അടുത്ത് പറയാണ്, കണ്വ മഹർഷിയുടെ അടുത്ത് പറയാണ് ചെയ്യുന്നത്. കണ്വ മഹർഷി പറയുന്ന കാര്യം എന്താ? മൈ ലവ്, വാട്ട് ഐ ഹാഡ് contemplated from the first for you, a worthy husband, by your own merits you have obtained. Freed from needful care for you, I shall now make the mango by her side
the loving bridegroom of this wine. So come this way and start on your journey. അപ്പം അച്ഛൻ പറയാണ്, എൻ്റെ ഏറ്റവും വലിയ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു യോജിച്ചൊരു വരനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനിപ്പോൾ അത്രയും ടെൻഷനൊന്നും ഇല്ല. നിങ്ങൾക്ക് യോഗ്യനായിട്ടുള്ള തന്നെ ഒരു രാജാവിനെ ഭർത്താവായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മുടെ ഈ ഒരു മുല്ലച്ചെടിയുടെ കാര്യം എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ, അവൾക്ക് ഒരു യോഗ്യനായ ഒരു ഭർത്താവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്, മാംഗോ ട്രീനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവളുടെ അടുത്തൊരു മാംഗോ ട്രീനെ നടണം. അപ്പം അങ്ങനെ ആ ഒരു മാംഗോ ട്രീമേ ആ ഒരു മുല്ലച്ചെടി പടർന്ന് കയറിക്കോളൂല്ലോ. അപ്പം അങ്ങനെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിക്ക് അവർ ജീവിച്ചോളും. അപ്പം അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം നീ അതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, നീ നിന്റെ യാത്ര ആരംഭിക്കൂ എന്നാണ് അച്ഛൻ പറയുന്നത്. ശകുന്തള പറയുന്നത് എന്താ? അപ്രോച്ചസ് ഹെർ ഫ്രണ്ട്സ്, ഐ ലീവ് ഹെർ ഇൻ യുവർ ഹാൻഡ്സ് ഡിയറസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ശകുന്തള തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് പറയുന്ന കാര്യമാണ്, പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അവളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അപ്പം പ്രകൃതിയെ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് പറയുന്നുണ്ട്, ആൻഡ് ഇൻ ഹൂസ് കെയർ ആർ യു ലിവിങ് അസ് ഡിയറസ്റ്റ്, ദേ ബസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അപ്പോൾ സുഹൃത്തുക്കൾ ചോദിക്കുന്ന കാര്യം, ആരുടെ സംരക്ഷണത്തിലാണ് നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിക്കുന്നത് എന്നും കൂടി ചോദിച്ച് അവർ കരയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണുമാഷി പറയുന്നുണ്ട്, ഓ ഫോർ ഷെയിം അനസൂയ പ്രിയംവദ ഡ്രൈ യുവർ ടിയേഴ്സ്. അനസൂയ പ്രിയംവദയ്ക്ക് നമ്മുടെ ശകുന്തളയുടെ പ്രിയപ്പെട്ട എന്താ പറയുക ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അനസൂയ പ്രിയംവദ ഡ്രൈ യുവർ ടിയേഴ്സ്, ഇറ്റ് ഈസ് അറ്റ് എ ടൈം ലൈക്ക് ദിസ് ദാറ്റ് ശകുന്തള needs your support to be firm, all walk around. അപ്പോൾ കണ്ണുമഹർഷി പറയാണ്, എന്ത് നാണക്കേടാ, നിങ്ങൾ എന്തിങ്ങനെ കരയുന്നേ? അനസൂയ പ്രിയംവദ, നിങ്ങളുടെ കണ്ണീരൊക്കെ നിങ്ങൾ തുടച്ചേ. ഇത്തരം ഒരു സമയത്ത് ശകുന്തളയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്, ഉറച്ചു നിൽക്കാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു യാത്ര തുടങ്ങാനായിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ട് വേണ്ട സമയത്ത് നിങ്ങൾ കരയാണോ ചെയ്യുന്നത് എന്ന് കണ്ണുമഹർഷി ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരും ചുറ്റും നമ്മുടെ ശകുന്തളയുടെ ചുറ്റും നിന്ന് അവളെ പറഞ്ഞയക്കുന്ന ഒരു രംഗമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ശകുന്തള പറയുന്നുണ്ട്, ഫാദർ, യു സീ ദാറ്റ് യങ് ഡോ കീപ്പിംഗ് ക്ലോസ് ടു ദി കോട്ടേജ് ആൻഡ് മൂവിങ് വെരി സ്ലോലി ബിക്കോസ് ഷീ ഈസ് നിയർ ഹെർ ടൈം. വെൻ ഷീ ഫോൺസ് സേഫ്ലി, വിൽ യു സെൻഡ് സം വൺ ടു ഗിവ് മീ ദി ഹാപ്പി ന്യൂസ്? യു വോണ്ട് ഫോർഗെറ്റ് ഡിയർ ഫാദർ. അപ്പോൾ ശകുന്തള പറയുന്ന കാര്യം എന്താണ്? ശകുന്തള അച്ഛനോടായിട്ട് പറയാണ്, ദേ അവിടെ യങ് ഡോ ഉണ്ട്. ഡോ എന്ന് പറഞ്ഞാൽ മാൻപേട, പെൺമാൻ കിടാവ്, പെൺമാൻ എന്നുള്ളൊരർത്ഥമാണ്, മാൻപേടയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു യങ് ആയിട്ടുള്ള ഡോ മാൻപേട ഇപ്പോൾ പ്രസവ സമയമായി അതിന്. അപ്പം അതിങ്ങനെ പതുക്കെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രസവിച്ച് കഴിഞ്ഞാൽ ആ ഒരു സന്തോഷ വാർത്ത ആരെങ്കിലും വിട്ടിട്ടായാലും എന്നെ അറിയിക്കണം, അച്ഛനത് മറക്കില്ലല്ലോ, മറക്കോ എന്നുള്ളത് അച്ഛനോട് പറയാണ്. അപ്പോൾ കണ്ണുമഹർഷി പറയുന്നത്, ഐ ഷാൾ നോട്ട് ഫോർഗെറ്റ് ദാറ്റ് മൈ ലവ്. ഇല്ല മോളെ, ഞാൻ അത് ഒരിക്കലും മറക്കില്ല, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമെന്നും അച്ഛൻ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ശകുന്തള പറയാണ്, ഫീലിംഗ് സംതിങ് ഹോൾഡിംഗ് ഹെർ ബാക്ക്. ഹലോ, ഹൂ ഈസ് ദിസ് അറ്റ് മൈ ഹീൽസ്, ടഗിങ് അഗെയിൻ ആൻഡ് അഗെയിൻ അറ്റ് ദ ഹെം ഓഫ് മൈ ഗാർമെന്റ്, ടേൺസ് ടു ലുക്ക്. അപ്പോൾ ശകുന്തളയുടെ കാലിൻ്റെ അവിടെ ഡ്രസ്സ് ആരോ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നതായിട്ട് തോന്നുകയാണ്. അപ്പോൾ ആരാണിത് എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത് എന്നുള്ള രീതിക്ക് ശകുന്തള തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ കണ്ണു മഹർഷി പറയുന്നുണ്ട്, മൈ ഡാർലിംഗ്, ഇറ്റ് ഈസ് ദ ലിറ്റിൽ ഫോൺ, യുവർ അഡോപ്റ്റഡ് സൺ, whom you fondly read with handfuls of millet, whose mouth you dabbed with the healing ingudi oil when lacerated by sharp blades of kusa grass. It is he who will not move out of your path. കണ്ണുമഹർഷി പറയാണ്, ഇത് നിന്റെ ദത്തുപുത്രനാണ്, നീ അഡോപ്റ്റ് ചെയ്ത നിന്റെ മകനാണ്, ഒരു മാൻകുട്ടിയാണ്. ആ ഒരു മാൻകുട്ടി പ്രസവ സമയത്ത് ആ മാൻകുട്ടിയുടെ എന്താ പറയുക അമ്മയൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീട് നമ്മുടെ ശകുന്തളയാണ് അതിനെടുത്ത് വളർത്തി. അപ്പം നല്ല മൂർച്ചയുള്ള പുല്ലുകളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ആ മാൻകിടാവ് കഴിച്ചതിൻ്റെ പേരിൽ വായൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഈ ഒരു ഇങ്കുടി ഓയിലൊക്കെ കൊടുത്ത് അതിനെ പരിപാലിച്ചത് ശകുന്തളയായിരുന്നു. അപ്പം ആ ഒരു മാൻകുട്ടിയാണ് ഇപ്പം ഇങ്ങനെ വന്ന് ഡ്രസ്സ് ഇങ്ങനെ വലിക്കുന്നത്. അപ്പം ശകുന്തള പറയുന്നുണ്ട്, അഡ്രസ്സിങ് ദ ഫോൺ, മൈ fondling, why do you keep following me, who abandons her companion? No sooner were you born than your mother died, and I brought you up. Now abandoned by me, it is father who is left to take care of you. So go back, my little one, go back. Weeping, she moves on. അപ്പോൾ ശകുന്തള പറയാണ്, എൻ്റെ മാൻകിടാവേ, നിന്നെ ഒരു പ്രസവ സമയത്ത് നിന്റെ അമ്മ മരണപ്പെട്ട സമയത്ത് ഞാനാണ് നിന്നെ വളർത്തിയതും നോക്കിയതൊക്കെ. പക്ഷെ ഇപ്പോൾ എല്ലാവരെയും ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ നീ എന്തിനാണ് എന്നെ പിന്തുടർന്ന് വരുന്നത്? നിന്നെ ഇപ്പം നോക്കാൻ ഇവിടെ അച്ഛനുണ്ട്, അപ്പം അച്ഛൻ നോക്കും നിന്നെ, അപ്പോൾ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട്
ആ ഒരു മാൻകിടാവിനെ യാത്രയാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണു മഹർഷി പറയുന്നുണ്ട്, ഓ മൈ ചൈൽഡ്, ഡു നോട്ട് വീറ്റ് ലൈക്ക് ദിസ്, കീപ് യുവർ ചിൻ അപ്പ് ആൻഡ് സീ വേർ യു ആർ ഗോയിങ്. പറയുന്നുണ്ട്, എൻ്റെ മോളെ നീ ഇങ്ങനെ കരയല്ലേ, നീ ആ ഒരു താടിയൊക്കെ ഉയർത്തി നേരെ നോക്കി നടക്ക്, നീ എങ്ങോട്ടാ പോണേന്നുള്ളത് നോക്ക്. ബ്രേസ് യുവർ വിൽ ആൻഡ് ചെക്ക് ദിസ് ഫ്ലോ ഓഫ് വെല്ലിംഗ് ടിയേഴ്സ് ദാറ്റ് വെയിൽ the light of those eyes with upcurving lashes. Your steps are flattering on the uneven ground where your path winds its ups and downs unnoticed. അപ്പോൾ പറയാണ്, നല്ല പ്രശ്നം പിടിച്ച വഴിയാണ്, അപ്പം നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നോക്കി പോയി കഴിഞ്ഞാൽ അതൊന്നും കാണില്ല, അപ്പോൾ കുണ്ടും കുഴിയൊക്കെയുള്ള വഴികളാണ്, നീ കറക്റ്റായിട്ട് നോക്കി യാത്ര ചെയ്യൂ എന്ന് അച്ഛൻ പറയാണ്. അപ്പം അവിടെ എന്താണ് സരംഗ്രവ വരുന്നുണ്ട് ക്യാരക്ടർ. യുവർ ഹോളിനെസ്, ആസ് യു നോ എ ലവ്ഡ് വൺ ഇസ് ടു ബി accompanied only up to the water's edge and this is the edge of the lake, so give us your instruction and turn back at this point. അപ്പോൾ ആൾ പറയാണ്, പോകാൻ സമയമായി, ലേക്കിൻ്റെ അടുത്ത് എത്തി, ഇനിയിപ്പോൾ നിങ്ങൾ ആരും വരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തിരിച്ചു പോവാം, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ട് നിങ്ങൾ തിരിച്ചു പോകൂ, ഞങ്ങൾ യാത്രയാവട്ടെ എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണു മഹർഷി പറയുന്നുണ്ട്, വെൽ ദെൻ ലെറ്റ് us withdraw into the shade of this milk bearing tree. They retire into the shade of the fig tree. Now what would be a suitable message to send to his honor Dushyanta reflects deeply for a while. അങ്ങനെ ഇവർ തണലുള്ള ഒരു അത്തിമരത്തിൻ്റെ തണലിലേക്ക് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവരെല്ലാവരും യാത്ര അയക്കാൻ വന്നവരൊക്കെ കണ്ണുമഹർഷിയും എല്ലാവരും മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ശകുന്തള സരംഗ്രവയുടെ ഒക്കെ കൂടെ പോവാണ് ചെയ്യുന്നത്, ദുഷ്യന്തൻ്റെ അടുത്തേക്ക് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണുമഹർഷി അവിടേക്ക് മാറി നിന്ന് ആലോചിക്കുന്നുണ്ട്, ഇപ്പോൾ ദുഷ്യന്തന് പറഞ്ഞയക്കാൻ എന്ത് മെസ്സേജാണ് ഇപ്പോൾ പറയുക, എന്ത് സന്ദേശമാണ് പറഞ്ഞയക്കുക എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് അനസൂയ പറയാണ്, ശകുന്തള ഡിയറസ്റ്റ്, ഹാവ് യു നോട്ടീസ് ദാറ്റ് ദർ ഇസ് നോട്ട് വൺ sentient being in the hermitage that is not sorrowful now at the thought of losing you. See, അപ്പോൾ പറയാണ് ശകുന്തള, നീ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ ഈ ഒരു ആശ്രമത്തിൽ ഒരാൾ പോലും, ജീവജാലങ്ങൾ പോലും നിന്റെ ഈ ഒരു യാത്രയിൽ സങ്കടപ്പെടാത്തതില്ല എന്ന് പറയണം. എല്ലാവരും സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് നീ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പോലെ പറയുന്നുണ്ട്, ദി ചക്രവാക ആൻസേഴ്സ് നോട്ട് ദി കോൾ ഓഫ് ഹിസ് ലവ് ഹിഡൻ ബിഹൈൻഡ് ദി ലോട്ടസ് ലീവ്സ്. ചക്രവാക പക്ഷിയുണ്ട്, ചക്രവാക പക്ഷിയുടെ പെണ്ണിനെ പറയുന്നത് ചക്രവാകി എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു പക്ഷി എന്ന് പറയുന്നത് ലോട്ടസ് ലീവ്സിൻ്റെ അപ്പുറത്തുമായിട്ട് ഇവർ രണ്ടുപേരും ഇരിക്കുകയാണ്, ഇണകൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തിരുന്ന് ഇണ വിളിക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു വിളി കേൾക്ക പോലും ചെയ്യുന്നില്ല. ശകുന്തളേനെ പിരിയുന്ന ഒരു വിഷമത്തിൽ തൻ്റെ ഇണ വിളിക്കുന്നത് പോലും കേൾക്കാതെ ചക്രവാക പക്ഷി ലോട്ടസ് ലീവ്സിന്റെ ഇടയിൽ മറിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. വിത്ത് ലോട്ടസ് ഫൈബർ ഡാംഗ്ലിംഗ് ഫ്രം ഹിസ് ബീക്ക് ഹി ഗേസസ് ഓൺലി അറ്റ് യു. അപ്പോൾ അവിടെ ഇരുന്ന് ഇണ വിളിച്ചിട്ടും അവിടെ നിന്ന് നോക്കുന്നത് ആരെ മാത്രമാണ്, നിന്നെ മാത്രമാണ് നോക്കുന്നത് എന്ന് പറയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശകുന്തള, അനസൂയ, ദി ചക്രവാകി നോട്ട് സീയിങ് ഹെർ ബിലവ്ഡ് കമ്പാനിയൻ ജസ്റ്റ് എ ലോട്ടസ് ലീവ് അവേ ഫ്രം ഹെർ റിയലി ഷ്രിൽസ് ഇൻ ഡിസ്ട്രസ്. Indeed, what a hard lot to bear. അപ്പോൾ പറയാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട് തൻ്റെ ഒരു പ്രിയതമനെ പിരിഞ്ഞിരിക്കുന്ന വിഷമമൊക്കെ ശകുന്തളയ്ക്ക് ആര് പറയാണ്ടും അറിയാം അല്ലേ, ഇത്ര വർഷം കാത്തിരുന്നതൊക്കെയാണ്. അപ്പോൾ പറയാണ്, ഈ ഒരു ലോട്ടസ് ലീഫിൻ്റെ അപ്പുറത്ത് ഉണ്ടായിട്ട് കൂടി അവർ കാണുന്നില്ല, അവർ വിളി കേൾക്കുന്നില്ല. അപ്പോൾ ആ ഒരു വിഷമം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്ന ശകുന്തള പറയാണ്. അപ്പോൾ പ്രിയമത പറയുന്നുണ്ട്, ഷീ ടു സ്പെൻഡ്സ് ദ നൈറ്റ് away from her beloved, the night stretching out long from sorrow, the heart's heavy with the pain of parting, but hope's slender thread still supports it. അപ്പോൾ പറയാണ്, ഒരു രാത്രി അവർ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞിരിക്കുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ ഈ ഒരു പക്ഷി കേട്ടോ, ഈ ഒരു പക്ഷികൾ ഇങ്ങനെ ചക്രവാക പക്ഷി ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദുഃഖം എത്രത്തോളം ആണെന്ന്, ആ ഒരു ഭാരം എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അവർക്കൊരു ഹോപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്, തൻ്റെ ആ ഒരു പ്രിയപ്പെട്ടവനെ കാണാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും, രാവിലെ കാണാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും അവർ തമ്മിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും അവസ്ഥ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും നാൾ പിരിഞ്ഞിരുന്നു, പക്ഷെ ഇനി കാണാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീക്ഷ അവരിലുണ്ട് എന്നുള്ളത്. അപ്പോൾ കണ്ണുമഹർഷി പറയാണ്, ശരംഗ്രവ, മൈ സൺ, പ്രസന്റ് ശകുന്തള ടു ദി ഗുഡ് കിങ് വിത്ത് ദീസ് വേർഡ്സ് ഓഫ് മൈൻ. അവ നീ അവളെയും കൊണ്ട് പൊക്കോ, ആ ഒരു സമയത്ത് എൻ്റെ ഈ ഒരു വാക്കുകൾ കൂടി രാജാവിന് സമർപ്പിക്കണം, നമ്മുടെ ദുഷ്യന്തന് സമർപ്പിക്കണം എന്ന് പറയാണ്. അപ്പോൾ ശരംഗ്രവ പറയുന്നത്, കമൻ മീ യുവർ ഹോളിനെസ്, പറഞ്ഞോളൂ തിരുമേനി എന്നോട് കൽപ്പിക്കൂ എന്നുള്ള രീതിക്ക് പറയാണ്. അപ്പോൾ കണ്ണു മഹർഷി എന്താ പറയുന്നത്, കൺസിഡർ അസ് who are rich in self-restraint and consider your own exalted lineage, consider well her love spontaneous that flowed towards you unprompted by her kin, regard her then as
worth equal esteem as your other consorts, more than that rests on what fortune has in store for her. അപ്പൊ കന്നു മഹർഷി പറഞ്ഞയക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവളെ കൺസിഡർ ചെയ്യണം, അവളെ പരിപാലിക്കണം, അവളെ ബഹുമാനിക്കണം, അവളുടെ സ്നേഹത്തെ കാണണം, സ്നേഹത്തെ പരിപാലിക്കണം എന്നുള്ള രീതിക്ക് മനസ്സിലാക്കണം എന്നുള്ള രീതിക്കാണ് മെസ്സേജ് പറഞ്ഞയക്കുന്നത്. ദെൻ ലാസ്റ്റ് സരംഗ്രവ പറയുന്നുണ്ട്, ഐ ഹാവ് ഗ്രാസ്പ് ദ മെസ്സേജ് യു ഹോളിനെസ് എന്ന് പറയുന്നുണ്ട്. യുവർ ഹോളിനെസ്, അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ, സന്ദേശങ്ങളൊക്കെ തന്നെ എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ പറയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പാഠഭാഗം. അങ്ങനെ അവർ യാത്രയാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. ഒരു 5 ക്വസ്റ്റ്യൻസോളം ഇതിൽ വരുന്നുണ്ട്. സോ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, why did Gautami tell Shakuntala to bow to the divinities of Holy Grove? അതായത് അവിടെയുള്ള ആശ്രമത്തിലുള്ള എല്ലാവരോടും എന്താ പറയുക, ശകുന്തളോട് വണങ്ങാൻ പറയുന്നുണ്ട് അല്ലേ. ഗൗതമി പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഗൗതമി says that the divinities of the Holy Grove are bidding farewell to Shakuntalas as her relatives. അതായത് അവിടെയുള്ള ജീവജാലങ്ങളൊക്കെ തന്നെ ഒരു റിലേറ്റീവിനെ എങ്ങനെയാണോ യാത്ര പറഞ്ഞയക്കുന്നത് അതേപോലെയാണ് യാത്ര പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ അവരെ വണങ്ങണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ദി ഹോളി ഗ്രോ ഗ്രീവിംഗ്. അതായത് ആ ഒരു ആശ്രമത്തിന്റെ വിലാപത്തിന്റെ ഉദാഹരണങ്ങൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദി ഡോ ത്രൂ ഔട്ട് ഗ്രാസ് ഫ്രം ഇറ്റ്സ് മൗത്ത്, ദി പീകോക്ക് സ്റ്റോപ്ഡ് ഡാൻസിങ് ആൻഡ് ദി ലീവ്സ് ഓഫ് ദി ട്രീസ് സ്റ്റാർട്ടഡ് ടു ഫോൾ ആസ് ദേ വർ ഷെഡിങ് ദെയർ ലിംസ്. ദീസ് ആക്ട്സ് ആർ സീൻ ആസ് ദി ഹോളി ഗ്രോസ് ഗ്രീവിംഗ്. അതായത് അവിടെ മാൻപേട കഴിച്ചുകൊണ്ടിരിക്കുന്ന പുല്ല് തുപ്പിക്കളയുന്നുണ്ട്, മയിലുകൾ നൃത്തം ചെയ്യുന്നില്ല, അത് അവസാനിപ്പിക്കുന്നുണ്ട്, മരങ്ങൾ അവരുടെ നല്ല തളിരിലകൾ പൊഴിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവരുടെ ദുഃഖമായിട്ട്, ഒരു ആശ്രമത്തിലെ ദുഃഖമായിട്ട് കാണാൻ സാധിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, ഹൗ ഡസ് കന്വ പ്ലാൻ ടു ടേക്ക് കെയർ ഓഫ് മാധവി? മാധവീനെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യാനായിട്ട്, മാധവി എന്ന് പറഞ്ഞാൽ മുല്ലച്ചെടിയാണ്, അപ്പൊ അതിനെങ്ങനെയാണ് പരിപാലിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അപ്പൊ കന്വ മഹർഷി പറയുന്നത് എന്താ, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു വരനെ കൊടുക്കുകയാണ്, മാംഗോ ട്രീനെ കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, why did Kanwa says that it's shameful that Priyamvada and Anasuya are weeping at the time of parting with Shakuntala? ശകുന്തളയെ പിരിയുന്ന സമയത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മോശമാണ് കേട്ടോ, നാണക്കേടാണ് എന്ന് അനസൂയയുടെ അടുത്തും പ്രിയംവദയുടെ അടുത്തും പറയുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഈ പേരുകളൊക്കെ പഠിച്ചോളൂ കേട്ടോ, പേരുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ശകുന്തള ഈസ് ലീവിംഗ് ഫോർ ഹെർ ഹസ്ബൻഡ്സ് ഹോം. ദസ് ശകുന്തള നീഡ്സ് ദ സപ്പോർട്ട് ഓഫ് പ്രിയംവദ ആൻഡ് അനസൂയ ടു ബി ഫേം. അപ്പൊ കന്വ മഹർഷി പറയുന്നത്, ഈ ഒരു സമയത്ത് ഭർത്താവിന്റെ വീട്ടിലോട്ട് പോകുന്ന ഈ ഒരു സമയത്ത് അവൾക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്, അപ്പൊ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹു വാസ് ടക്കിംഗ് അഗെയിൻ ആൻഡ് അഗെയിൻ അറ്റ് ദ ഹെം ഓഫ് ശകുന്തലാസ് ഗാർമെന്റ് ആൻഡ് വൈ? ആ ഒരു സമയത്ത് അവളുടെ തുണിയിൽ ഇങ്ങനെ പിടിച്ചു വലിച്ചിരുന്നത് ആരാണ്? It was the little fawn who was the adopted son of Shakuntala. The fawn, fed and treated by Shakuntala, stood before her and tried to block her from leaving him. അപ്പോൾ ആ ഒരു കുഞ്ഞു മാൻപേടയാണ് വഴി തടഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അതിനെടുത്ത് വളർത്തിയതൊക്കെ ശകുന്തളയാണ്. അതിന് ഭക്ഷണം കൊടുത്തിരുന്നതും മുറിവേറ്റപ്പോൾ ആ ഒരു വായിൽ ഓയിൽ പുരട്ടി സംരക്ഷിച്ചതൊക്കെ ശകുന്തളയായിരുന്നു. അപ്പോൾ ആ ഒരു മാൻപേടയാണ് വഴി തടഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ്, ഈ തോഴിമാരായിട്ടുള്ള അനസൂയയും പ്രിയംവദയും തമ്മിൽ ശകുന്തളയുടെ ഒരു കണക്ഷൻ ചോദിക്കാം. അതേപോലെ തന്നെ ആ ഒരു ജാസ്മിൻ പ്ലാന്റ് ആയിട്ടുള്ള മാധവിയും ശകുന്തളയും തമ്മിൽ, അല്ലെങ്കിൽ മാൻപേടയും ശകുന്തളയും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എസ് ആയിട്ട് ശകുന്തളയുടെയും മൊത്തം സ്റ്റോറി ആയിരിക്കാം നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. സോ അത് നല്ല രീതിക്ക് പഠിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ നോട്ട്സ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ച് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു എൻറ്റയർ ബുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ്, സജഷൻസ്, കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.